വീട് ചോറ്റാനിക്കരയിലാണ്. ഞാൻ ഒരു മാസത്തോളായി നമ്മളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ബേസിൽ എനിക്ക് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് HB അങ്ങനെ കൂടുന്നുണ്ടായില്ലായിരുന്നു. എനിക്കിപ്പോൾ ചെറിയൊരു തലകറക്കം പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ബ്ലഡ് ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കിയപ്പം 6.5 ഉണ്ടായുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മളിങ്ങനെ ഈ ജോലി തിരക്കിലൊക്കെ നമുക്ക് നല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഒന്നും കഴിക്കാറില്ല. HB ലെവൽ വളരെ ലോ ആയിരുന്നു. ഈ വിനാൻസിൻ്റെ ക്ലോറോഫിൽ പ്ലസ് ഉപയോഗിച്ചതിന് ശേഷം 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ക്രിയാറ്റിൻ ലെവൽ നോക്കി, ഷുഗർ നോക്കി, പിന്നെ അതുപോലെ തന്നെ HB നോക്കി. അപ്പോൾ HB എനിക്ക് 13 ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു കാരണം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ HB കുറഞ്ഞു വരുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനൊരു നോർമലായി ഷുഗർ നോക്കി. ഷുഗറിനകത്തും 77 ആണ് ഷുഗർ. ക്രിയാറ്റിൻ എൻ്റെ മുഖം കണ്ടപ്പോൾ നമ്മളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ജെയിംസ് സാറാണ് എന്നോട് പറഞ്ഞത്, ക്രിയാറ്റിൻ ഒന്ന് നോക്കണം മാഡം, എങ്ങനെയാണ് മുഖത്തൊക്കെ ഒരു ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനും അന്നേരം പേടിച്ച് പോയായിരുന്നു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അത് വളരെ നോർമൽ അവസ്ഥയിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചായപ്പൊടി, വിനാൻസിൻ്റെ ചായപ്പൊടി, ഇത് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സാധാരണ എല്ലാവരും വെള്ളം തിളച്ച ശേഷമാണ് പൊടി ഇടേണ്ടതെന്നാണ്. എങ്കിലും ഞാൻ സാധാരണ വെള്ളം തിളപ്പിച്ച ശേഷം പൊടിയിട്ട് ഒന്ന് കുറച്ച് അളവിൽ മതി. സാധാരണ ഇപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി അധികം എടുക്കണം. ഇത് ഞാൻ ആ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു കുറച്ച് ഇതിൻ്റെ അടുപ്പിൽ തന്നെ ഒരു ലേശം എടുത്തിട്ട് അതിനകത്തിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല കളറായിട്ട് വരുന്നുണ്ട്. അത് നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ചായപ്പൊടിയാണത്. പിന്നെ അതുപോലെ തന്നെ സോപ്പ്, നമ്മുടെ സോപ്പ് 3 ടൈപ്പ് സോപ്പാണ്. പഫിൽ നമ്മൾ നനച്ചിട്ട് നമുക്ക് ആ പഫ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കാലം ഒരു മാസമെങ്കിലും നമുക്കൊരു സോപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ നല്ലൊരു റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്.